ഓടാടാ, നിക്കണവിടെ. ആഭാസ ഓടാ. ഇവരിൽ ആരുടെ ഭാര്യയുടെ നീ കയറി പിടിച്ചത്? അയ്യോ, നീക്ക് കാരണം മറ്റുള്ളവരുടെ ഭാര്യമാർക്ക് പുറത്തിറങ്ങാൻ വയ്യാണ്ടായാലോടാ. പിടിച്ച് ജാരൻ. യവൻ ജാറിനൊന്നും അല്ല, ആരുടെ ഭാര്യ വിട്ട് പിടിച്ചിട്ടുമില്ല. യവൻ ഞങ്ങളുടെ കുറെ പണം കടം വാങ്ങിച്ചിട്ടുണ്ട്. എപ്പ ചോദിച്ചാലും ഇല്ലെന്ന് പറയും. ഇപ്പൊ യവൻ ഒരു ലോട്ടറി അടിച്ചിട്ടുണ്ട്. ആ കാശ് കൊണ്ട് മുങ്ങാനുള്ള പരിപാടിയാ. സത്യമാണോ ഈ പറയുന്നത്? അതെ. എത്ര രൂപയ്ക്ക്? ടിക്കറ്റ് പോക്കറ്റിലുണ്ട്, നമ്പർ പത്രത്തിലുണ്ട്, ഞങ്ങൾ കണ്ടതാ. ടിക്കറ്റ് എടുക്കണോ? ഇത് പഴയതൊന്നും അല്ലല്ലോ. അല്ലാന്ന്, പത്രത്തിൽ നമ്പറുണ്ട്. ആ ടിക്കറ്റ് ഇങ്ങിതാ. ഇപ്പൊ തന്നെ ലോട്ടറി ഓഫീസ് കൊടുത്ത് കാശ് വാങ്ങി ഞങ്ങളുടെയൊക്കെ കാശ് എടുത്തതിന് ശേഷം ബാക്കി അവന് കൊടുത്താൽ മതി. പക്ഷേ ജപ്പാനിൽ ലോട്ടറി അടിച്ചാലുണ്ടല്ലോ ഈ ജാതി തരികടന്ന് അവിടെ നടക്കൂല. കടം മേടിച്ച് അവിടെ തിരികെ കൊടുക്കുക വേണ്ട. ജപ്പാനി അച്ഛനെ അളിയാന്നാണ് വിളിക്കുന്നത്. അങ്ങനെയാണോ തന്റെ തന്തയെ താൻ വിളിക്കുന്നത്? മര്യാദക്ക് കാശ് കൊടുക്കുന്നോ അതോ? എന്റെ പൊന്നു ഉണ്ണുണ്ണിച്ചാ, ഞാൻ പറയുന്നത് മുഴുവൻ ഒന്ന് കേക്ക്. നീ ഒരു പുല്ലും പറയണ്ട, പറഞ്ഞോക്കെ മതി. നിങ്ങൾക്ക് എത്ര രൂപ തരണ്ട്? എനിക്ക് 17,000. എനിക്ക് 14,000. എനിക്ക് 25,000. ബാക്കിയുള്ളവർക്കെല്ലാം ചേർത്ത് 50,000. ഈ ലോട്ടറി ഈ ടിക്കറ്റ് ഞാൻ ക്യാഷ് ചെയ്യും. അയ്യോ അച്ഛാ, അതൊട്ടും ശരിയാവില്ല. അതെ ശരിയാവും. നിങ്ങൾക്ക് കിട്ടാനുള്ള തുകയുടെ മുഴുവൻ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഞാൻ എല്ലാവരും മറ്റന്നാ രാവിലെ എന്റെ വീട്ടിൽ വരിക. കാശ് ഞാൻ തരും. അയ്യോ ഞാൻ പറയുന്നത് നീ ഒന്നും പറയണ്ട പുല്ലേ. ഉണ്ണുണ്ണിച്ചായം പറഞ്ഞാൽ ഞങ്ങൾക്ക് സമ്മതം. ഓക്കെ, എല്ലാരും പൊയ്ക്കോളൂ. വാ പോ. ഞാനില്ലായിരുന്നെങ്കിൽ അവന്മാരെല്ലാരും കൂടി നിന്റെ ജപ്പാനെ ഇടിച്ച് ഹിറോഷിമ ആക്കിയാനെ. അതുകൊണ്ട് നിന്റെ ജീവൻ രക്ഷിച്ചേനെ. കിട്ടുന്നേ പാതി ഞാൻ എടുക്കും. ബാക്കി കടം വീട്ടിട്ട് വല്ല ഉണ്ടെങ്കിൽ എനിക്ക് വരും. എന്തായാലും ഇത്രയൊക്കെ ആക്കിയ സ്ഥിതിക്ക് ഇനി ഉണ്ണുണ്ണിച്ചാന്റെ ഇഷ്ടം. ഓക്കെ, എത്ര രൂപയാണോ ഫസ്റ്റ് പ്രൈസ്? ഫസ്റ്റ് പ്രൈസ് 50 ലക്ഷം. പക്ഷേ എനിക്ക് കിട്ടിയത് 10 രൂപയാ. ഏറ്റവും അടിയിലുണ്ട് ഒറ്റയക്കം. നോക്ക്. ഭാരതം, ഭാരതമല്ല ഭാരതം. ബിരിയാണിയുടെ പായുടെ അടിയിൽ നാ കിടന്നാൽ എന്തു പറയും? ഓടാൻ പറയും സർ. ഓടാൻ പറയും? ആരോട്? നായോട്. ഇല്ലെങ്കിൽ നാ മൂത്രമൊഴിച്ച് പാ വൃത്തിയിടാക്കില്ലേ സാർ? ഇവിടെ അധിക പ്രസംഗം തോന്നിയാസം പറയുന്നു. കൈ നോട്ടം. തോന്നിവാസം കാണിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഇത് തുടക്കമാണ്. മാഷ് എത്ര വേണേലും അടിച്ചോ മാഷേ, ഇന്ന് ഒരു ദിവസമല്ലേ ഉള്ളൂ. അതെന്തായാലും നാളെ ഞാൻ ചത്തു പോകും. നീ എന്താണ് ചക്കയെ കരയുന്നത്? സത്യം പറയാ, ഞങ്ങള് പറഞ്ഞു മാഷ് ആരോടും പറയരുത്. കാര്യം എന്താ പറയണ? മാഷ് ക്രിസ്ത്യാനിയാണോ? ആണെങ്കിൽ അതാണ് അറ്റിങ്കു കുരിശുണ്ടാക്കാൻ പറഞ്ഞേ. കുരിശോ? കാര്യം പറയണി. ഇന്ന് രാത്രി മാഷ കൊല്ലും. ഞങ്ങളുടെ വല്യപ്പൻ കരിമ്പൂതം. നേരത്തെ പറഞ്ഞില്ലേ ഡിസൂസ സാറിന് വിഷം കൊടുത്തു. അത് ഞങ്ങളല്ല, കൊല്ലാൻ വേണ്ടി കരിമ്പൂതം ചെയ്തതാ. അങ്ങേര് മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. ബാക്കി 4 പേരും രാത്രിയായില്ല ഹാളിൽ കണ്ടില്ലേ? ആ വാളും എടുത്തോണ്ട് വരും. ഒറ്റ വെട്ട. രാവിലെ ഒന്നും ഓർമ്മയില്ല. ഇന്ന് ആരും അല്ലാതെ കുഴിച്ചിടും. രാത്രി ദേഹത്ത് അപ്സരി സാഹിബ് കേറുന്നതാ. പന്ന കഴിവറിന്റെ മക്കളെ, നിങ്ങളൊക്കെ പൂച്ച വേണ്ടല്ലോ. അത് എന്റെ അടുത്ത് വേണ്ട കേട്ടോ. ഞങ്ങള് പറയാനുള്ളത് പറഞ്ഞു. മാഷ് സൂക്ഷിച്ചാൽ മാഷിനോളാം. ഞാൻ സൂക്ഷിച്ചോളൂ കേട്ടോ. പറ പായുടെ അടിയിൽ നാ കിടന്നാൽ എന്താ ഉച്ചരിക്ക? പായുടെ മുകളിലല്ലേ സാർ നാ കിടക്ക? എന്താണ് ചിരിക്കുന്നത്? ഒന്നുമില്ല. Laughing while eating is a bad habit. അല്ലാണ്ടി നമ്മുടെ ഭിത്തിയിലിരിക്കുന്ന വാളിനെ പിടിയൊറേ മാത്രമേ ഉള്ളൂ. ആര് പറഞ്ഞു? മാഷ്. മാഷ് പറയുവാ ഒക്കെ പുഴുവാ, ചുണ ഉണ്ടെങ്കിൽ ആ വാളൊന്ന് കാണിക്കട്ടേന്ന്. ഞങ്ങൾ അസ്ലി സായിപ്പ് കൊടുത്താന്ന് പറഞ്ഞപ്പോ അസ്ലിന്നൊരു സായിപ്പേ ഇല്ലെന്നാ പറഞ്ഞത്. Shut up. മിണ്ടായിരുന്നു കഴിച്ചിട്ട് പോണം.
എന്റെ അമ്മയെ പിള്ളേര് വന്ന് നേരാണല്ലോ. കാലമാണ് വാളും കൊണ്ടാണല്ലോ വരുന്നത്. തുറക്കണോ? ഞാൻ തുറക്കൂല, തുറക്കൂല പട്ടി. അക്ഷയ സായിപ്പുണ്ടോന്നും അയാളുടെ വാളിന് പിടി മാത്രമല്ല മൂർച്ച ഉണ്ടോന്ന് നേരിട്ട് കണ്ടോടോ. ചുമ്മാതല്ലടാ നിന്നെ കരിമ്പൂതെന്ന് വിളിക്കുന്നത്. Bloody rascal! How dare you talk like this? എന്റെ അമ്മേ, ഇത് സായിപ്പ് എന്റെ ബാധ കയറിയില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഇംഗ്ലീഷ് പറയില്ല. ഐ നോ ഓപ്പൺ ഷുവർ, തുറക്കൂലടാ. തന്നെ ഈ വാളിന്റെ വില ഞാൻ മനസ്സിലാക്കി തരാം. എനിക്കെല്ലാം മനസ്സിലായടാ. ബ്ലഡി പട്ടി, എന്നെ കൊല്ലാൻ കിട്ടൂലടാ. ഇല്ല സായിപ്പ്, കൊലപാതകി. എടാ നിൽക്കൂലടാ, അയ്യോ എന്നെ കൊല്ലാൻ കിട്ടൂലടാ. പട്ടി പാപ്പി എന്നെ കൊല്ല. പട്ടി പോടാ. എടാ നിനക്ക് നിന്റെ തന്തയ്ക്ക് ഞാൻ എലിമൂത്രം തരുന്നില്ലടാ. സൂക്ഷിച്ചോ അമ്പള, നോക്കിക്കടാ.